അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സുമാർക്കും സ്വാഗതം കേട്ടോ. കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കണു, നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞു, നിൻ്റെ പേരെന്താണ്, വീട് എവിടെയാണ്, എന്താ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കും. നമ്മൾ പിന്നെ ക്യാമറ ക്വാളിറ്റിയൊക്കെ എല്ലാം കമ്മിയായിരിക്കും കേട്ടോ. നമ്മൾ ഫുൾ സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല, പതുക്കെ പതുക്കെ ആവുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് അതൊക്കെ ഒന്ന് കാണും കേട്ടോ. അതിൻ്റേതായുള്ള കുറവുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് കാണും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഞാൻ പറയാം, എൻ്റെ വീട് പറഞ്ഞത് പാലക്കാടാണ്. പാലക്കാട് നമ്മുടെ കോങ്ങാട് പത്തിരിപ്പാല റൂട്ടാട്ടോ. കോങ്ങാട് പത്തിരിപ്പാല റൂട്ടിൽ ഏട്ടിക്കുന്നാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. അവിടെ വന്ന് ഇറക്കിയിട്ട് വേണം നമ്മുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ കോങ്ങാട് പത്തിരിപ്പാല ആ റൂട്ടാട്ടോ. അപ്പോൾ അവിടെ പാലക്കാടുള്ളവർക്ക് കുറച്ച് ആൾക്കാർക്ക് അറിയും തോന്നുന്നു, അല്ലാത്തവർക്കാണ് നമ്മൾ പറയണത്. പിന്നെ കുറേ ആൾക്കാർ എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാൻ തുടങ്ങിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ യൂട്യൂബിൽ നിന്ന് കഴിഞ്ഞ മാസത്തെ വരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 20,000 25,000 രൂപയുടെ അടുത്ത് പോലും വരില്ല കേട്ടോ. കാരണം എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാനൊന്നും തുടങ്ങിയിട്ടില്ല. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ആകെ 5 മാസം 6 മാസം ആയിട്ടുള്ളൂ. നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്കത് പൈസ കിട്ടുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് ഓവറും ആണെന്ന്. 4000 വാച്ച് ഓവർ ഉണ്ടാക്കാൻ നല്ല പാടാട്ടാ. ഞങ്ങൾക്ക് കുറേ നോക്കി, എനിക്കൊന്നും കിട്ടിയതേ ഇല്ല. പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടാനും കുറേ പാടായിരുന്നു. നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പൈസ കൊടുത്ത് ചെയ്യിക്കുക എന്നുള്ളതൊക്കെ മൈൻഡിൽ വന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു മൈൻഡിൽ വന്നാണ്. പിന്നെ നമ്മളതൊന്നും ചെയ്തില്ല. കാരണം നമ്മുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഉള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ കുറച്ച് പൈസ എമൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പിന്നെ നമ്മുടെ അടുത്ത് ആയതുകൊണ്ടുള്ള കാശൊന്നുമില്ല. പിന്നെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ചെയ്യാൻ തന്നെ വെച്ചു. ഓക്കെ, എന്നാൽ പിന്നെ അങ്ങനെ കിട്ടണമെന്ന് കിട്ടട്ടെ, എപ്പോഴെങ്കിലൊക്കെ കിട്ടും എന്നുള്ള മാതിരി തന്നെ നമ്മൾ തുടങ്ങിയത്. പിന്നെ അങ്ങനെ പോട്ടെ വെച്ചിട്ട് ഞാനും ചെയ്തു കേട്ടോ കുറേ ആയിട്ട്. അപ്പോൾ പിന്നെ അങ്ങനെ കുറേ വീഡിയോ ഇട്ട് എൻ്റെ ഒരു 68ാമത്തെ വീഡിയോയിലൊക്കെയാണ് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തൊക്കെ ആയി. അതുവരെ 649 അങ്ങനെ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ നമ്മുടെ 10 ലക്ഷമൊക്കെ കഴിഞ്ഞ് നമുക്കൊരു വീഡിയോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റപ്പ് ചെയ്ത് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നുണ്ട് കേട്ടോ. ഒന്നറിയില്ല, ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ പരമാവധി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ആൾക്കാർ കാണണം, എന്നാലാണ് നമുക്ക് വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ചാനൽ മോണിറ്റൈസേഷൻ ആവാനും. പിന്നെ കാണണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിർബന്ധിക്കാൻ അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ. പിന്നെ കണ്ടിരിക്കാൻ എന്തെങ്കിലും വേണ്ട നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇട്ട് ചെയ്യുക എന്നുള്ള മൈൻഡ് മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ട് കണ്ടൻറ്റൊക്കെ കിട്ടിയിട്ട് അടിപൊളി സെറ്റപ്പൊക്കെ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് അതിനുള്ള ഒന്നുമില്ല. അത് കാരണം കൊണ്ടാണ്. ഒക്കെ സെറ്റപ്പ് ചെയ്ത് എടുക്കണമെങ്കിൽ കുറച്ച് സമയമാവും. അപ്പോൾ അത് കാരണം കൊണ്ടാട്ടാ. അപ്പോൾ ഞാൻ ജോലി ഞാൻ പറഞ്ഞുതരാം. കുറേ ആൾക്കാർ എൻ്റെ ജോലി എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ. പെയിൻറ്റിങ് പണി, അതേപോലെ നമ്മുടെ പന്തൽ പണി, അതിൻ്റെ ലൈറ്റിന് സൗണ്ടിന് അങ്ങനെ. പിന്നെ അവിടെ കെട്ട് തേപ്പ്, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ജോലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ ഒക്കെ പോയി, അവിടെ കൊടുങ്ങല്ലൂർ, പിന്നെ മലപ്പുറം പൊന്നാനി ആ ഭാഗത്തൊക്കെ പോയിട്ട് നമ്മൾ കുറേ ബാഗൊക്കെ തൂക്കിക്കുന്ന കുട്ടികൾ വീടിന് കണ്ടിട്ടില്ലേ, അതുപോലെയൊക്കെ കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കമ്പനിയിൽ പോയിട്ട് അത് കുറച്ചൊക്കെ ചെയ്തു. പിന്നെ അതൊക്കെ നമ്മളവിടെ നിർത്തിയിട്ട് വന്നു കേട്ടോ. പിന്നെ അപ്പോൾ ആ ജോലി പിന്നെ പറ്റാണ്ടായത്, അതുകൊണ്ടാണ് നിർത്തിയിട്ട് അതങ്ങനെ വന്നു. ഇപ്പോൾ പിന്നെ അങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ പോകുമെന്ന് മാത്രം. നമ്മളെ കാര്യം നടന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരുടെ കാര്യമൊക്കെ നടന്നു പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രം കേട്ടോ. അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. ഇത് കിട്ടിയൊന്നും കാര്യമില്ലെന്ന് അറിയാം. പിന്നെ എന്തൊക്കെയൊക്കെ ഒരു വഴി കാണട്ടെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകണു. ഇപ്പോൾ പണി ചെയ്താലും ഡൗൺ കമ്മിയാണ്. വേറെ വല്ല ജോലിയൊക്കെ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞു, ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാടല്ലേ, ജോലി കിട്ടാൻ ഭയങ്കര പാടാട്ടോ. നമുക്ക് തന്നെ അറിയാം, ഒരാൾക്ക് സമരമൊക്കെ ചെയ്തിട്ട് അവർക്കേ ജോലി കിട്ടിയില്ല കേട്ടോ. പിന്നെ നമ്മൾക്ക് കിട്ടുമോ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാൾക്കാരുടെ ചിലപ്പോൾ തലയിലെടുത്ത് പോലെ ഇരിക്കും. അല്ല എന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് അതുപോലെ നേടണം, അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ പിന്നെ എങ്ങനെയൊക്കെ പോകണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് പറയാം അടുത്തത്. പിന്നെ എൻ്റെ കുറേ ആൾക്കാർ പേരെന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ യൂട്യൂബിലത്തെ പേര് സുൽത്താൻ എന്നാക്കിയത് എന്താണെന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കണം, അങ്ങനെ ഉള്ളൊരു പേരിലൊന്ന് അറിയപ്പെടണം. അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സുൽത്താൻ എന്നാക്കിയത് കേട്ടോ. പിന്നെ എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേര് സുജിത്താണ്. എനിക്ക് ആ പേര് തുടങ്ങാണ്ടെന്നല്ല, എൻ്റെ യൂട്യൂബിൻ്റെ ആദ്യത്തെ പേര് റിയൽമാൻ എന്നായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് പിന്നെ ഞാനത് ചേഞ്ച് വരുത്തിയിട്ട് ഇങ്ങനെ സുൽത്താൻ എന്നാക്കിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ പിന്നെ അറിയപ്പെടണമെന്ന് തോന്നി, അങ്ങനെ ഒരു ആഗ്രഹമായതുകൊണ്ട് തോന്നിയത് കാരണം കൊണ്ട് ഞാൻ ആ പേര് അവിടെ ഇട്ടു തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ പേര് ശരിക്കത്തെ പേര് സുജിത്താണ്. അപ്പോൾ നമ്മൾ സുൽത്താനെന്ന് അങ്ങനെ ആക്കി വെച്ചു. നമ്മുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയിൽ നമ്മളിനി അത് അങ്ങനെ അറിയപ്പെടണം എന്നുള്ള ലെവലിൽ അങ്ങനെ ആക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ അതിൽ വേറെ ഒന്നുമില്ല.
പിന്നെ എൻ്റെ അമ്മേനെ കാണണം പറഞ്ഞു. പിന്നെ എൻ്റെ വ്ളോഗ് വീഡിയോ ഫാമിലി വ്ളോഗൊക്കെ കാണണം പറഞ്ഞു. എല്ലാം ചെയ്യാട്ടോ. പക്ഷേ എൻ്റെ അമ്മേനെ ഇങ്ങനെ കാണിച്ചു തന്നുന്നുണ്ട്. പിന്നെ നമ്മളെ വലിയ കാശുള്ള വീട്ടിലൊന്നും വന്നിട്ടില്ല എന്നൊക്കെ എൻ്റെ വീഡിയോ കണ്ടാലൊക്കെ നിങ്ങൾക്ക് അറിയാം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീടൊക്കെ ഞാൻ ഹോം ടൂറൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും എന്തൊക്കെ സംഭവങ്ങളെന്നൊക്കെ. അപ്പോൾ പിന്നെ എന്താ ചോദിച്ചു എൻ്റെ അടുത്ത്, പിന്നെ പണിക്ക് പോകാൻ നാണമില്ലേ, എന്ത് ചെറിയ പോലത്തെ എത്ര പണിക്കൊക്കെ പോകണമെന്നൊക്കെ കേട്ടാ. നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മൾ ഓരോന്നും ഇങ്ങനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, അല്ലാതെ ഒന്നുമില്ല കേട്ടാ. നമുക്കിപ്പോൾ നല്ല ജോലിയൊക്കെ ചെയ്തിട്ട് എവിടെയെങ്കിലും വലിയ ഓഫീസുകളിൽ കൂടെയൊക്കെ പോയിട്ട് ഇരിക്കാൻ നമുക്ക് ആഗ്രഹമില്ലാണ്ടാണ്. നമ്മുടെ സാഹചര്യം അതേപോലെയൊക്കെ തന്നെ കേട്ടോ. നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര കഴിവുണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സാഹചര്യം നമ്മളെ മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോയില്ല. നമുക്ക് പിന്നെ വലുതൊക്കെ കൂടുതൽ ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ, കിട്ടണമെന്നും നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെ സാഹചര്യം വെച്ചിട്ട് ഒരുപാട് ആൾക്കാരും ജീവിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പിന്നെ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഹാപ്പിയാണ്. എന്തൊക്കെ ചെയ്താലും കഷ്ടപ്പാട് വരും, പിന്നെ അത് മാറും, വീണ്ടും കഷ്ടപ്പാട് വരും, അത് പിന്നെയും മാറും. ഇങ്ങനെയൊക്കെ തന്നെ ജീവിതം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, സുഖം ദുഃഖം സുഖം ദുഃഖം. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ ഇങ്ങനെ പോകണം കേട്ടോ. സുഖത്തിന് കുറവുണ്ടെങ്കിലും ദുഃഖത്തിന് ഒരു കുറവില്ല. പിന്നെ ഇപ്പോൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറയണമെന്നില്ല കേട്ടോ. അപ്പം എൻ്റെ പേര്, വീട്, അതേപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ജോലിയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇതൊക്കെ കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് അവർക്ക് സംശയം മാറിയെന്ന് വിചാരിക്കണം. കൂടുതൽ ആൾക്കാർ നമ്മുടെ ലോങ് വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ എനിക്ക് വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കണ്ടിരിക്കാൻ വല്ലതും വേണ്ടേ, നമ്മളൊരു 2 മിനിറ്റിങ്ങിന് കണ്ടാൽ മതി. 2 മിനിറ്റിങ്ങിന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വാച്ച് ഓവർ അങ്ങനെ കൂടണമെങ്കിൽ അങ്ങനെ കൂടിക്കോട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തതെന്ന് എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾക്ക് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പണീൻ്റെ ഇടയിൽ വീഡിയോ ചെയ്യണു. പിന്നെ നമ്മൾ പണീൻ്റെ ഇടയ്ക്കൊന്നും ആ ടൈം കിട്ടുമ്പോഴാണ്. ചിലപ്പോൾ അവർ പണിയിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ അവർ പറയും വീഡിയോ ഒന്നും എടുക്കണ്ട, പറയും പണിക്കല്ലേ വന്നിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. അങ്ങനെ അതൊക്കെ മറികടന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ അത് കാണാത്ത രീതിയിൽ അങ്ങനെയൊക്കെ എടുത്തെന്ന് മാത്രം. ചിലവർക്ക് സമ്മതിക്കും, ചിലവർക്ക് അങ്ങനെ സമ്മതിക്കില്ല. അങ്ങനെ എടുത്തിങ്ങനെ വീഡിയോ ഇടണം. പിന്നെ പ്രത്യേകിച്ച് കണ്ടൻ്റൊന്നും കിട്ടാണ്ട് അവിടെ നിന്ന് ഇവിടുന്ന് വാരിക്കൂട്ടിയതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് തന്നെ. അല്ലാതെ ഇപ്പോൾ എനിക്കങ്ങനെ സ്വന്തമായിട്ട് ഇപ്പോൾ എന്താ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയൊന്നും. അപ്പോൾ പിന്നെ സ്വന്തമായിട്ട് എന്താ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയൊന്നും എനിക്കില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.